ആരും വെടിവെക്കല്ലേ, അയ്യോ അയ്യോ ആ വെടിവെക്കല്ലേ വെടിവെക്കല്ലേ. ഒരു പാവമാണ്, പാർട്ടി ക്ലാസ്സിൽ പോകുന്നേ ഉള്ളൂ, ഒരു പാവമാണ്, വേണമെങ്കിൽ മുഖ്യമന്ത്രി പോയി വെടിവെച്ചോ. വെടിവെക്കല്ലേ വെടിവെക്കില്ല, ഒരു കുഞ്ഞളിയനാണ് വെടിവെക്കുന്നത്. പിന്നെ എന്തിനാ കയ്യും പൊക്കി വെച്ചോണ്ടിരിക്കുന്നേ? അതോ ഇത് താത്വികാചാര്യൻ ഞങ്ങൾ പാർട്ടി അംഗങ്ങളോട് ആവശ്യപ്പെട്ടു എല്ലാവരും ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കണമെന്ന്. വെറുതെ കൈകൾ ശുദ്ധമാണ് ആഗ്രഹിപ്പിച്ചു. മുഖന്റെ കൈകൾ ശുദ്ധമാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, പ്രോഗ്രാം തുടങ്ങാൻ സമയം അങ്ങോട്ട് തുടങ്ങും അങ്ങോട്ട്. ഓ കൈ താഴ്ത്താമോ? താൻ തുടങ്ങിയേക്കും. നാടൻതലിലേക്ക് സ്വാഗതം. എന്റെ കൈയൊന്നും അശുദ്ധിയൊന്നും ഇല്ല, ഇനി കൈ പൊക്കി പിടിച്ചിട്ട് ഇനി അറിയണമൊന്നുമില്ല. താർത്തിയുടെ എന്ത് വൃത്തിയുടെ ഒരുമാതിരി കോലം വെച്ചേക്കുന്ന പോലെ കൈയും പൊക്കി പിടിച്ചോണ്ട് എന്താ ഇത്? താത്വികാചാര്യ പരിപാടി കഴിയുന്നവരെ ഞാൻ ഒന്ന് താക്കുവാ. വേണ്ട താക്കട്ടെ, ഇയാളെ പൊക്കി അങ്ങോട്ട് വെച്ചോണ്ടാ. അത് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടു കാണും, നിയമസഭയിൽ മുഖൻ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഈ കൈകൾ ശുദ്ധമാണ്. നിയമസഭയിൽ അത് മാത്രമല്ല, നാട്ടുകാരെ വേറെ പലതും കണ്ടിട്ടുണ്ട് നിയമസഭയിൽ. അതിപ്പോ ആരും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല അതൊക്കെ ചോദിക്കട്ടെ, വരുന്ന വഴിക്ക് എന്തായിരുന്നു ക്ലിഫ് ഹൗസിൽ ഒരു നാറ്റം ഫ്രണ്ടിൽ? അത് മാത്രമല്ല കുറെ ആൾക്കാർ അവിടെ തടിച്ചു കൂടുന്നുണ്ട്. എന്താ മുഖ്യനെ അടിക്കാൻ തന്നെ? അല്ല ഇന്നലെ അമ്മ പശുവിന്റെ പ്രസവം കഴിഞ്ഞാണല്ലോ. ചിലപ്പോൾ വീണ്ടും പ്രസവിച്ചാണ്, അതൊക്കെ അല്ലേ കൈയിരിക്കും അവിടുത്തെ ആൾക്കാരുടെ. എന്താണെന്ന് എനിക്കറിയില്ല. ക്ലിഫ് ഹൗസിൽ ഭയങ്കര ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയെ താഴെയിടാനായിരിക്കും, അണികളായിരിക്കും. കാര്യം എന്താണെന്ന് കൈകൾ ശുദ്ധമാണെന്ന് കാണിക്കാൻ നമ്മൾ കൈ കഴുകുന്നുണ്ട്. കൂട്ടക്കൈ കഴുകലാണോ? ഹാൻഡ് വാഷ് ഇട്ടും. ശുദ്ധമല്ലാത്തവർ വരിയിൽ നിൽക്കുക, കടന്നു വന്ന് കൈ കഴുകി ശുദ്ധമാക്കുക, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ ഒരു ശുദ്ധമാക്കൽ ക്യാമ്പയിൻ ആണ് നടത്തുന്നത്. ഓൾറെഡി ശുദ്ധമാണ് ആണോ? എന്നാൽ നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിയമസഭയിൽ കൈകൊക്കി കാണിക്കും. അതല്ലേ അറിഞ്ഞു മനസ്സിലായി. കൂടുതൽ അങ്ങോട്ട് ഉരുളണ്ട. ഇതല്ലാത്ത നേരെ പോയി ഉറങ്ങാൻ പറ്റില്ലെന്നേ. ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കിടക്കുമായിരുന്നു. സ്വപ്ന സുരേഷിന്റെ വൃത്തിയായിട്ടതേ തുണ്ട്. ഈ തുണ്ട് കാണുന്നത് ആരെന്നൊക്കെ നമുക്കറിയാം. കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകയുടെ ആലപ്പുഴ എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. ഓക്കെ, സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് വാക്കുകൾ സൂക്ഷിക്കണം, ഉപയോഗിക്കണം കേട്ടോ. സ്വപ്ന സുരേഷ് പറഞ്ഞു, ഹീറോയുടെ ഹാൻഡ്സ് ആർ നോട്ട് ക്ലീൻ. എന്തൊക്കെ സ്വപ്ന സുരേഷ് എന്ന് പറയുമ്പോ കിടന്ന് ചാടി കളിക്കുമായിരുന്നല്ലോ. ആ സ്ത്രീയെ ഇവിടെ വലിച്ചഴിക്കേണ്ട കാര്യമില്ല. സ്വപ്ന സുരേഷ് വീണ വിജയൻ വിളിക്കാൻ പറ്റൂ? ഇമാതിരി കൃമി കീടങ്ങൾക്ക് എല്ലാത്തിനും കൂടെ വേണ്ടിയാണ് മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് കൈകൾ ശുദ്ധമാണെന്ന്. അതെ, പൊക്കി പിടിച്ചോണ്ട് നിന്നോ, അതൊരു ട്രയൽ ആവും. യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പൊക്കി പിടിച്ചോണ്ട് നിന്നോ, നമ്മള് കുറെ പേടിച്ചു. അതൊന്നുമല്ല, സ്വപ്ന തന്നെ ആദ്യത്തെ പറഞ്ഞല്ലോ, ഹീറോ നായകൻ വീണ്ടും വരാർ ചാണാക്കുഴിയിൽ വീഴ. ചാണാക്കുഴി വീഴില്ല, നമ്മൾ ചാണാക്കുഴി വീഴൂല. എന്ത് ചാണകം അത്രയ്ക്ക് ഒരു അയ്യം പോലെ? എന്റെ ക്ലിഫ് ഹൗസിലെ പശുക്കളും ചാണകമല്ലേ ഇടുന്നത്? ക്ലിഫ് ഹൗസിലെ പശു ആയിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ സ്വർണ്ണം അങ്ങോട്ട് ഇടാൻ സാധ്യത. ഈ സ്വർണ്ണം ക്ലിഫ് ഹൗസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് സ്വർണ്ണം മറ്റേത് മറിച്ചതൊക്കെ ചാടുന്ന എന്തിന്? ക്ലിഫ് ഹൗസ് അത്രയ്ക്ക് വൃത്തിയുടെ സാധനമാണോ? നല്ലതല്ലേ? വേണ്ട, അതിനകത്ത് താമസിക്കുന്നവർ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. ക്ലിഫ് ഹൗസിന് എന്താ പ്രശ്നം? ഒന്നുമില്ലെങ്കിൽ അവർ ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമല്ലേ ആ സ്ഥാപനം, ആ ഒരു വീട്, ആ ഒരു കൊട്ടാരം പോലത്തെ സാധനം. ക്ലിഫ് ഹൗസിനെ പറയുമ്പോൾ കൊള്ളുന്നു. അപ്പൊ അവിടെ എന്തോ ഉണ്ടെന്നല്ലേ എന്റെ അർത്ഥം? എന്ത് ഉണ്ട്? സ്വപ്ന സുരേഷ് പറഞ്ഞു എന്ന് കേളങ്ങോട്ട്. സ്വപ്ന സുരേഷ് പറഞ്ഞു മുഖ്യന്റെ കൈകൾ ശുദ്ധമാണെന്ന്. അവർക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അതെ, എങ്ങനെ ശുദ്ധമല്ലാതെ ഇരിക്കും? കാരണം സ്വന്തം കൈ കൊണ്ടല്ലല്ലോ ഒന്നും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നേ, മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിക്കുകയും വാങ്ങിപ്പിക്കുകയല്ലേ, അതും അക്കൗണ്ട് വഴി. പിന്നെ പാവം സ്വപ്ന സുരേഷിനെ പോലെ കുറച്ച് ചാവേറുകളെ ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ പോലീസിനെ കൺമുന്നിൽ പൊടിയിടാൻ. മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. പിന്നെ മലയാളികൾക്കല്ലേ, നിങ്ങളെ പോലുള്ള ക്ഷുദ്രജീവികൾ ഇത്തരത്തിലുള്ള കഥകൾ പടച്ചുവിടും. അതെ കേട്ടല്ലോ, നമ്മളതിലൊന്നും വീഴൂല, നമ്മളതിലൊന്നും വീഴുന്ന ആൾക്കാരൊന്നും അല്ല. എത്ര വേട്ടയാടലുകളാണ് മുഖ്യനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരെ നടക്കുന്നത്? എത്ര അനാവശ്യങ്ങളാണ് പടച്ചുവിടുന്നത്? ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള കഥകൾ ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കണോ? വേട്ടയാടലിനെ കുറിച്ച് പറഞ്ഞോണ്ട. ഓരോ ദിവസം ചെല്ലും തോറും പുതിയ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അധികം നാറുന്നതിന് മുൻപ് ഈ മുഖ്യമന്ത്രി കസേര രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത്. മറ്റേടത്ത് ആല് മുളച്ചാലും അതിന്റെ തണലിൽ ഇരിക്കുന്നതാണ് ചിലർ ഇവിടെ ഉണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ അങ്ങനെ വല്ലാണ്ട് അള്ളിപ്പിടിച്ച് കയറി ഇരിക്കുന്നവർ അങ്ങോട്ട് മാറിക്കൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷുബ്ധമാകും. നോക്കണ്ട, പഴയ വിജയനാ പറഞ്ഞത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പഴയ വിജയൻ പുള്ളിയെന്നെ പറഞ്ഞത്. കാലചക്രം ഉണ്ട് ഹേ, തിരിഞ്ഞു വരും ഹേ. കണ്ടോ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ എന്നെ കയറി കുത്തുന്ന കണ്ടോ? പിന്നെ
ഇവിടെ സോളാറിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി. അന്ന് അള്ളി പിടിച്ച് കിടക്കുമായിരുന്നല്ലോ അവിടെ. അന്നത്തെ ഒരു കിടിലൻ ഡയലോഗ് ഉണ്ടായി, അതുകൊണ്ട് പറയട്ടെ. ഇത്തരം കേസുകളിൽ ഹൈക്കോടതി പറയുന്നവരെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല, ലേശം ഉളുപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ച് പോണമെന്ന് ഈ പിണറായി വിജയൻ പറഞ്ഞത്. എന്തായിരുന്നു അന്ന് കൈയടിക്കാൻ ഓരോരുത്തരും. അല്ല ഇപ്പൊ എല്ലാത്തിനും പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ല. അത് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, ഓർമ്മ കാണേ ഇല്ലല്ലോ. അതെ, ഞാൻ ഒന്നും പറയില്ല, നിങ്ങൾക്ക് ഓർമ്മ വേണ്ട. എല്ലാ TV ക്യാമറകളും അന്നും ഉണ്ടായിരുന്നു. ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഷോ കാണിക്കാൻ ഡയലോഗ് അടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു തിരിച്ചത് കയറി കുത്തുന്നു. അല്ല, ഗോവിന്ദ മാഷ് എവിടെ പോയി, താത്തുക ആചാര്യൻ എവിടെ പോയി, പാർട്ടി ക്ലാസ്സുകളെടുത്ത് മാത്രം നടന്നാൽ മതിയോ? അല്ലല്ല. അല്ല, വീണയെ കുറിച്ച് ചോദിച്ചപ്പോ, വീണ വിജയനെ കുറിച്ച് ചോദിച്ചപ്പോ എക്സാലോചിക്കുന്ന കാര്യമാണത്. വീണയോട് നോക്കിയല്ലോ, വീണ നോക്കിക്കോളും, വീണ വിജയനോട് പോയി നോക്കാനാണല്ലോ ഇത്ര ദിവസം പറഞ്ഞോണ്ടിരുന്നത്. നമുക്ക് വിശദീകരണമുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു വിവാദം വന്നുകൊണ്ടിരിക്കുന്നത്, ആദ്യം നിങ്ങൾ വീണയെ താങ്ങിയല്ലോ, ഇപ്പൊ എന്താ മറ്റേ EP ജയരാജനും AK ബാലനും MV ഗോവിന്ദനും ഒന്നും വീണയെ താങ്ങാത്ത? അങ്ങനെയല്ല, 30 സെക്കൻഡ് തരണം. 30 സെക്കൻഡ് തരാൻ പറ്റില്ല, പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം. അതായത് സുഹൃത്തുക്കളെ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസപ്പടി വിവാദം കൊണ്ടുവരുന്നത് ആ മാത്യു കുഴൽനാടനാണ്. വെച്ചിട്ടുണ്ട് നമ്മള്. മാത്യു കുഴൽനാടൻ ഇത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വീണയ്ക്ക് നേരെയുള്ള ആരോപണം, അതായത് മുഖ്യമന്ത്രിയെ വീഴ്ത്താൻ വേണ്ടി വീണയെ വേട്ടയാടുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, സത്യാവസ്ഥ അറിയാൻ ഇപ്പോൾ കരുതിയിരുന്നത്. കർണാടകത്തിലോട്ട് ആരാ പേടിച്ചോടി എന്നൊക്കെ മനസ്സിലായി. കരുതിയിരുന്നത് നോട്ട് ദ പോയിന്റ്. പറയൂ. പക്ഷേ ഇപ്പോഴാണ് കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞിട്ടുണ്ട്. SFI വരെ തെളിയിക്കും. കേന്ദ്രം വേട്ടയാടാൻ ശ്രമിക്കുന്നത് വീണയെയോ പിണറായിയെയോ മാത്രമല്ല, CPM-നെയാണ്, ഞങ്ങളുടെ പാർട്ടിയെയാണ്. അതായത് BJPക്ക് എങ്ങനെ വേട്ടയാടാതിരിക്കും? AK സെന്ററിന്റെ അഡ്രസ് കൊണ്ട് കമ്പനിക്ക് വെച്ച് നമ്മളാരും പറഞ്ഞിട്ടല്ല. ആരുടെയും കുടുംബസ്വത്തല്ലോ AK സെന്റർ. AK സെന്ററിന്റെ അഡ്രസ് എന്തിനു വെച്ചു? തൈക്കണ്ടി വീണയ്ക്ക് ഒരു കിടിലം അഡ്രസ് ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? പിന്നെ എന്തിന് AK സെന്ററിന്റെ അഡ്രസ് വെച്ചു? എന്തിനു പറയുന്നു കേന്ദ്രം ഇപ്പൊ പാർട്ടിയാണ് വേട്ടയാടുന്നത്? നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി മകളെയാണ് വേട്ടയാടുന്നതെന്ന്. എവിടെയും ഉറച്ചു നിൽക്കണോ അങ്ങോട്ട്? അതല്ലേ നമ്മൾ പറഞ്ഞത്, പാർട്ടിയിലൂടെ വിജയനെ അങ്ങ് വേട്ടയാടാൻ. പിന്നെ വീണയിലേക്കും, പിന്നെ റിയാസിലേക്കും, പിന്നെ കമലാ മാഡത്തിലേക്കും. അല്ല, ഇവരൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അതായത് പാർട്ടിയെ വേട്ടയാടലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായതുകൊണ്ട് MV ഗോവിന്ദൻ സഖാവ് പറഞ്ഞു, വീണയും എക്സാലോജിക്കുമായി പാർട്ടി യാതൊരു എന്തിനും ഏതിനും ഒരു കിടിലൻ ഡയലോഗുള്ള വേറൊരാളുണ്ട്, EP ജയരാജൻ ചിറ്റപ്പൻ. അദ്ദേഹം പറഞ്ഞ എന്തായിരുന്നു? വിശദമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു അഭിപ്രായം മൊഴിയാമെന്ന്. അപ്പൊ അതിനർത്ഥം എന്താ പറഞ്ഞത്? പാർട്ടിക്ക് നേരെ ഈ ആരോപണം വരുന്നത് കൊണ്ടാണ് നേതാക്കന്മാരെല്ലാം ഇപ്പോൾ അങ്ങനെ ഒരു എനിക്കൊന്ന് ആലോചിക്കണം. AK സെന്ററിന്റെ അഡ്രസ് അതിനകത്ത് കയറി വന്നതാണോ, ആരെങ്കിലും വെച്ചതാണോ എന്ന് എനിക്കൊന്ന് ആലോചിക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചതല്ലേ? നമ്മളത് പഠിച്ചു വരുന്നത്. അതെ, പഠിച്ചു വരുന്ന അവിടെ ജനത്തിനെല്ലാം മനസ്സിലായിട്ടുണ്ട്. പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളോട് അന്വേഷിച്ചോണ്ടിരുന്നു. SFI എല്ലാം അന്വേഷണം കലക്കി മറിക്കാറായി. കലക്കി മറിക്കി അവരുടെ നാറിയ കളിയൊക്കെ നമുക്കറിയാടെ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴത്തേക്കുള്ള ഇമാതിരി ഉമ്മാക്കി കാട്ടലൊന്നും ഇവിടെ ചെലവാകൂല. നാറികൾക്കല്ലേ നാറിയ കളികളെ കുറിച്ച് അറിയാൻ പറ്റുന്നതാണ് നാട്ടുകാർ പറയുന്നത്. വിഷമിക്കണം, നാട്ടുകാർ പറയുന്നതാ. ഏതിനാടാ അത് പറഞ്ഞത്? പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞാൽ ഇന്നത്തെ മുഖ്യമന്ത്രി പണ്ടത്തെ. ഇവിടുത്തെ നാട്ടുകാരാണ് നാറികൾ. എന്നെ പോലെയുള്ള നാട്ടുകാരാണ് ഇവിടെ നാറികൾ. പണ്ടേ നാറികൾ. അതെ, പണ്ടേ നാറികളായോണ്ടല്ലോ വോട്ട് കൊണ്ട് കുത്തി കൊടുത്തത് അങ്ങോട്ട്. കോവിഡിന് അന്നം തന്നപ്പോൾ കിറ്റ് അരി തന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്നം തന്നവരെ ദൈവമായിട്ട് കാണാൻ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇരിക്കട്ടെ ഒരു വോട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാ. KK ശൈലജ ടീച്ചറെ മന്ത്രിയാക്കുമെന്ന് വിചാരിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്തായി? കേറിയ അന്ന് മുതൽ ഇവന്മാർ നമ്മളെ പറ്റിക്കുന്നേ അല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം ഉണ്ടോ? ഉണ്ടോ? ഇപ്പോഴും ഈ നാട്ടിൽ ഒരു മനുഷ്യരും പട്ടിണി കിടക്കുന്നില്ല. ഇവിടെ സ്വന്തം അധ്വാനത്തിൽ അവർ ജോലി ചെയ്തവർ സ്വന്തം വിയർപ്പ് കൊണ്ടാണോ അധ്വാനിക്കാൻ ഇവിടെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആരാണ്? ഈ സർക്കാരാണ്. കാനഡയിൽ പോയ പിള്ളേരെയൊക്കെ എന്തോ വല വീശി പിടിച്ചു കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ ഒന്നും പറയാനില്ലേ? ഇനി ഇവിടുന്ന് അസൂയല്ലേടോ നിങ്ങളുടെ സ്വന്തം ഈ പറയുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 മക്കളും കിടിലമായിട്ടുള്ള ഒരു കോളേജിലാണോ പോയി പഠിച്ചത്? അമേരിക്കയിൽ ആണല്ലോ. അത് എത്ര കണ്ട് പൈസ മുടക്കിയിട്ടാ? അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അപ്പോ മകനോ? മകൻ പിന്നെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. അതെ, സ്കോളർഷിപ്പ്. അതെ, അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതോ എന്തായിരുന്നു അന്ന് പിണറായി വിജയൻ? നമ്മൾ പറയട്ടെ, അങ്ങോട്ടൊന്നും പോകണ്ട. പോയി കഴിഞ്ഞാൽ ചില കഥകൾ അങ്ങ് പുറത്താവും. അതുകൊണ്ട് പോകാതിരിക്കുന്നത് നല്ലത്. സുഹൃത്തുക്കളെ, സ്വപ്ന സുരേഷ് എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്, നല്ലപോലെ അലക്കിയിട്ടുണ്ട്.
ഹീറോയുടെ കൈകൾ ശുദ്ധമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. ഈ പേര് കേട്ടാ നമ്മൾ പേടിക്കത്തൊന്നുമില്ല. സ്വപ്ന സുരേഷ് വിറയ്ക്കുന്നുണ്ട് കാല് മുട്ട് നന്നായിട്ട്. പിന്നെ സുഹൃത്തുക്കളെ, ഇപ്പോൾ വീണ്ടും UDF ആണ് ഇതിന് പിന്നിൽ. UDF ആണ് സ്വപ്നയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന സമയമാണല്ലോ. ഇപ്പൊ പറയുന്നത് UDF ആണ്, നേരത്തെ പറയുന്നു മറ്റേ കേന്ദ്രത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന്. കൊണ്ടുവരുന്നത് അല്ല, വീടല്ല, സ്വപ്നയെ കൊണ്ടുവരുന്നത്. SFIO വീടയെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. അത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞല്ലേ. ഇപ്പൊ മനസ്സിലായേ, കഥ കഴിഞ്ഞു. ആചാര്യ പൊക്ക പാർട്ടി ക്ലാസ്സിന് സമയം അല്ലെങ്കിൽ ഇപ്പൊ കാണാം. ശരിക്കുന്നു.